ഇന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പരിപാടിയിലാണ്. അരി കഴുകി വെച്ചേക്കുന്നേ ഉള്ളൂ. സവാള അരിഞ്ഞ് വെച്ചേക്കുന്നു. നെയ്യ് എടുത്തിട്ടുണ്ട്. എല്ല് കറി നെയ്ച്ചോറ്. ഓക്കെ. ഉള്ളി വറക്കാനുള്ള എണ്ണ ഒഴിച്ചു. അരി ഇടാനുള്ള വെള്ളം തിളച്ച് വരുന്നു. ഈ തിളപ്പം മതി. അരി ഇട്ടോ. എണ്ണ തിളച്ചു. സവാള ഇട്ട് പൊരിച്ചെടുക്കുകയാണ്. ക്യാരറ്റും ബീൻസും കുറച്ചേ എടുത്തിട്ടുള്ളൂ. വലിയ ക്വാണ്ടിറ്റി ഒന്നുമില്ല. നല്ലൊരു ടേസ്റ്റിന് വേണ്ടി അരി ഇട്ട് അരി തിളക്കുകയാണ്. ഉള്ളി മൂത്ത് വരുന്നുണ്ട്. നമ്മൾ കോരാൻ പോവുകയാണ്. ചോറ് നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഊറ്റാൻ സമയമായില്ല. ഒരു ഇച്ചിരിയും കൂടെ നമ്മൾ അകത്തൊരു കല്ലിപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഊറ്റുന്നത്. ഉള്ളി കുറച്ചും കൂടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് ഉള്ളിയും കൂടെ ഇങ്ങനെ വഴറ്റുക. നമ്മൾ ചോറ് ഊറ്റി കഴിഞ്ഞു. അടുത്ത നമ്മൾ കരിയാപ്പില ഒന്ന് മൂപ്പിക്കുകയാണ്. ചോറ് ഊറ്റി വെച്ചു. നമ്മൾ കുറച്ച് മുന്തിരിയും കൂടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇടാമെന്നും പറഞ്ഞ് നമ്മൾ തുടങ്ങുകയാണ് നെക്സ്റ്റ് പരിപാടി. മുന്തിരിങ്ങ ഇടുക. നമ്മുടെ ഒരു പുതിനയിലെയും മല്ലിയിലെയും രാത്രി നോക്കിയപ്പോൾ ഇല്ല. പിന്നെ പോകാനും പറ്റില്ലാത്തതുകൊണ്ട് ഉള്ളതുകൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ. കുറച്ചും കൂടെ മുന്തിരിങ്ങ മൂപ്പിച്ച് ചേർക്കാം. കണ്ടേ, നമ്മൾ അതിനകത്ത് ഇടാനുള്ളതെല്ലാം കൂടെ വറുത്ത് കുറച്ച് കരിയാപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുതിയനയിലെയും മല്ലിയിലെയും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ അതും കൂടെ ആഡ് ചെയ്ത് മൊത്തത്തിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് സെറ്റ് ചെയ്യാം. നമ്മൾ റൈസ് വെച്ച കുക്കർ തന്നെയാണ് നമ്മളത് വീണ്ടും എടുത്തിട്ട് റൈസ് ഇട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്തേക്ക് നമുക്ക് റൈസ് ഇടാം. നമ്മൾ ചോറിട്ടു. നമ്മൾ അതിൻ്റെ മണ്ടയിൽ നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ച ഉള്ളിയും കരിവേപ്പിലയും എല്ലാം ഇടാൻ പോവുക. നമ്മൾ കുറച്ചിട്ടിട്ട് അതിൻ്റെ മേളിൽ ഇനി ചോറിടും. ഓക്കെ. നമ്മൾ രണ്ടാമത് ചോറിട്ടു. അതിൻ്റെ മണ്ടയിൽ വീണ്ടും നമ്മൾ ഉള്ളിയും നമ്മൾ പൊരിച്ച് വെച്ചിരുന്നെല്ലാം ഇട്ടു. നമ്മൾ അടുത്ത ഒരു ലെയറും കൂടെ ചോറിടുക. നമ്മൾ മുകളിൽ വരെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് താഴെയൊക്കെ നെയ്യ് ഒഴിച്ചായിരുന്നു. അപ്പോൾ എന്നാലും മേളിൽ കുറച്ച് നെയ്യ് ആവശ്യമുള്ളവർ ചേർത്താൽ മതി. കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കണ്ട. എനിക്ക് കൊളസ്ട്രോൾ ഇല്ല. ഇത് നമുക്കൊന്ന് കുറച്ച് നേരത്തേക്ക് ദമ്മിടാം. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ ദം വെച്ച അത് തുറക്കുകയാണ്. അടിപൊളിയായിട്ട് നമ്മളെ നെയ്ച്ചോറ് വെന്തിട്ടുണ്ട്. നമ്മളൊരു പ്ലേറ്റിലോട്ട് നമ്മൾ സർവ് ചെയ്യാൻ പോവുകയാണ്. അഭിപ്രായങ്ങൾ നിങ്ങൾ പറയണേ. നല്ല ആവി പറക്കുന്നുണ്ട്. എന്ത് സെറ്റല്ലേ? ഇനി നമ്മുടെ കറി, എല്ല് കറി. ഇത് സമ്മാനിക്കാൻ പോകുന്നത് എൻ്റെ മമ്മിക്കാണ്. കഴിച്ചു നോക്കിയിട്ട് മമ്മി പറ.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അഭിപ്രായങ്ങളും നല്ല അഭിപ്രായങ്ങളും ചീത്ത അഭിപ്രായങ്ങളും എല്ലാം നിങ്ങൾക്ക് പറയാം കേട്ടോ. ഓക്കെ അല്ലേ മീൻ? ആ അത് വേണ്ട മീൻ.